നമസ്കാരം. നാളെ നടക്കാൻ പോകുന്ന എക്സാമിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു സെഷനാണ്. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ 2023, 2024 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ലോകത്ത് ആദ്യമായിട്ട് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത് എവിടെയാണ്? വേഗം പറഞ്ഞോളൂ. ലോകത്ത് ആദ്യമായിട്ട് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത് എവിടെയാണ്? മലേഷ്യയിലാണ് കേട്ടോ. ലോകത്ത് ആദ്യമായിട്ട് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത് എവിടെയാണ്? മലേഷ്യ എന്നുള്ളത് പറഞ്ഞു വെച്ചേക്കണം. അതേപോലെ തന്നെ സംസ്ഥാനത്ത് നിപ്പ വൈറസ് കണ്ടെത്താനുള്ള ICMR അംഗീകാരം നൽകിയിട്ടുള്ള പരിശോധന. ആ പരിശോധനയുടെ പേരെന്താ? ഇവിടെ നമ്മൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വേഗം നോക്കിയിട്ട് പറഞ്ഞേ. ഏതാണ്? ട്രൂനാറ്റ അല്ലെ? ട്രൂനാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. പരിശോധന ഏതാണ്? ട്രൂനാറ്റ. അപ്പൊ പരിശോധിച്ചിട്ട് ട്രൂ ആണോ എന്നൊക്കെ നോക്കി എന്ന് ഓർക്കാം അല്ലെ? ട്രൂ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. കണക്ഷൻ ആണ്. ട്രൂനാറ്റ എന്നുള്ളത് അറിഞ്ഞു വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടെ ഡിസ്കസ് ചെയ്ത് പോവാം അല്ലെ? റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സും കൂടെ നോക്കാം. 2018 മെയ് 5-നാണ് കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് ബാധിച്ചിട്ടുള്ള മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി കോഴിക്കോട് പേരാമ്പ്രയിലെ ചങ്ങരോത്തായിരുന്നു വൈറസ് ബാധയുടെ ഉറവിടം. ഓക്കെ, അപ്പൊ കോഴിക്കോട് ജില്ലയിലായിരുന്നു ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത്. 2 മാസങ്ങൾക്ക് ശേഷം പുതിയ രോഗികളില്ലെന്ന് ആരോഗ്യ വകുപ്പ് കണ്ടെത്തിയതോടെ 2018 ജൂൺ 30-ന് മലപ്പുറം, കോഴിക്കോട് ജില്ലകളെ നിപ്പ വിമുക്തമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ കോഴിക്കോട് ജില്ലയിലായിരുന്നു വൈറസ് ബാധയുടെ ഉറവിടം, കേരളത്തിൽ എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായിട്ട് സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് ഇല്ലാണെന്ന് വേഗം പറയാൻ പറ്റും നോക്കിയേ. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായിട്ട് സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതി ഏതാ? ഗസ് ചെയ്തോളൂ. ആൻസർ സ്പെക്ട്രം ആണ് കേട്ടോ. സ്പെക്ട്രം ഓഫ് കളേഴ്സ് എന്നൊക്കെ നമുക്ക് ഓട്ടിസം സ്പെക്ട്രം. ഓക്കെ. അടുത്ത ചോദ്യം: ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ടൈപ്പ് 1 പ്രമേഹ ബാധിതരായിട്ടുള്ള കുട്ടികൾക്കായിട്ട് വേഗം പറഞ്ഞോളൂ. ആൻസർ മിഠായി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ് അല്ലെ? നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ഈ വരുന്ന എക്സാമുകളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത്: പൂർണ്ണമായിട്ടും കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കുഷ്ഠരോഗ നിർണയത്തിന് വേണ്ടി ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി. യെസ്, പൂർണ്ണമായും കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കുഷ്ഠരോഗ നിർണയത്തിന് വേണ്ടി ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണ്? അശ്വമേധം. ഏതാണ് പദ്ധതി? അശ്വമേധം കേട്ടോ. അപ്പൊ കുഷ്ഠരോഗമൊക്കെ മാറിയിട്ട് അശ്വം എന്ന് പറഞ്ഞാൽ അത് കുതിര പോലെയൊക്കെ മുന്നോട്ട് പോകാൻ എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. അശ്വമേധമാണ്. ഓക്കെ, ഇനി അടുത്ത പദ്ധതി നമുക്ക് നോക്കാം. വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് സ്ഥിരമായിട്ട് ഡയാലിസിസിന് ഏർപ്പെടുന്നവർ, വൃക്ക കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ, ഹീമോഫീലിയ രോഗികൾ, സിക്കിൾ സെൽ അനീമിയ രോഗികൾ എന്നിവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് സ്ഥിരമായിട്ട് ഡയാലിസിസ് ഏർപ്പെടുന്നവർ, വൃക്ക കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ, ഹീമോഫീലിയ രോഗികൾ, സിക്കിൾ സെൽ അനീമിയ രോഗികൾ എന്നിവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതി. ഒന്ന് ആലോചിച്ചിട്ട് വേഗം പറഞ്ഞ ആൻസർ. സമാശ്വാസം കേട്ടോ. സമാശ്വാസം മെയിൻ ആയിട്ട് വൃക്കയ്ക്ക് തകരാർ സംഭവിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് സമാശ്വാസം കേട്ടോ. സമാശ്വാസം. ഇനി അടുത്ത് നോക്കാം. ക്യാൻസർ, ഹൃദ്രോഗം, ഹീമോഫീലിയ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ പദ്ധതി. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കാരുണ്യ ലോട്ടറി വഴിയാണ്. ഏത് പദ്ധതിയാണ്? വേഗം പറഞ്ഞോളൂ. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതി. കാരുണ്യ പദ്ധതി അല്ലെ? ലോട്ടറി എന്ന് പറയുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. കാരുണ്യ ലോട്ടറിയുടെ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി അല്ലെ? ഇനി അടുത്ത ചോദ്യം: പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി ഏതാണ്? ആൻസർ ഉന്നതി അല്ലെ? അവരെ ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഓർത്തു വയ്ക്കാം. ഉന്നതി. ഏതാണ് പദ്ധതിയുടെ പേര്? ഉന്നതി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ഇപ്പൊ നാഡീ രോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ, എൻഡോസൾഫാൻ രോഗബാധിതരുടെ രോഗങ്ങൾ, ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്ന പദ്ധതി ഏതാണെന്ന് പറയാവോ? ഈ ഒരു പദ്ധതിയുടെ പേരെന്താ? താലോലം അല്ലെ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. താലോലം. അപ്പൊ 18 കുട്ടികൾക്കാണ്. അപ്പൊ അവർ താലോലിക്കുക എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഓർത്തു വെക്കുക അല്ലെ? അപ്പൊ ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്? സെറിബ്രൽ പാൾസി, നാഡീ രോഗങ്ങൾ, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ, എൻഡോസൾഫാൻ രോഗബാധിതരുടെ രോഗങ്ങൾ, ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള താലോലം പദ്ധതി കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം.
അഭ്യസ്ത വിദ്യരും തൊഴിൽ അന്വേഷകരുമായിട്ടുള്ള വനിതകൾക്ക് തൊഴിൽ നൽകാൻ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ കേരള നോളേജ് ഇക്കോണമി മിഷൻ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? വേഗം പറഞ്ഞോളൂ. ആൻസർ തൊഴിൽ അരങ്ങത്തേക്ക്. ഓക്കെ, അപ്പൊ അഭ്യസ്ത വിദ്യരും തൊഴിൽ അന്വേഷകരുമായിട്ടുള്ള വനിതകൾക്ക് തൊഴിൽ നൽകാൻ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ കേരള നോളേജ് ഇക്കോണമി മിഷൻ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് തൊഴിൽ അരങ്ങത്തേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? പറയാവോ? എന്താണ് ആൻസർ? നിരാമയ പദ്ധതി അല്ലെ, നിരാമയ പദ്ധതി. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? നിരാമയ പദ്ധതി. ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് കേട്ടോ, നിരാമയ പദ്ധതി. അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വേറെ കുറച്ച് പദ്ധതികളും കൂടെ നമുക്ക് പഠിച്ചു കേട്ടോ. അതിലൊന്നാണ് പരിരക്ഷാ പദ്ധതി. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഓപ്ഷൻസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് രക്ഷാ പദ്ധതി അല്ലെ. അപ്പൊ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തന്നെ ഓർക്കാം. ഇപ്പോ അപകടങ്ങൾ, ആക്രമണങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് അടിയന്തര സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി അല്ലെ. അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഓർത്തു വെക്കാം. ആശ്രയമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെ ക്ഷേമ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് പരിരക്ഷ പദ്ധതി. ഇനി അടുത്ത പദ്ധതി നോക്കാം, സ്വാശ്രയ പദ്ധതി. തീവ്ര മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന മക്കളുള്ള മാതാവിന് രക്ഷിതാവിന് സ്വയം തൊഴിൽ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി കേട്ടോ. അപ്പൊ തീവ്ര മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന മക്കൾക്കുള്ള മാതാവിന് അല്ലെങ്കിൽ രക്ഷിതാവിന് സ്വയം തൊഴിൽ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ്. മാതൃജ്യോതി പദ്ധതി എന്താ? മാതൃജ്യോതി, ജ്യോതി എന്ന് പറയുമ്പോൾ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കാം അല്ലെ. അപ്പൊ കാഴ്ച വൈകല്യം ബാധിച്ച അമ്മമാർക്ക് മാതൃജ്യോതിയാണ് കേട്ടോ. അപ്പൊ മാതാവിന് എന്നുള്ള രീതിയിൽ ഓർക്കാലോ, മാതൃജ്യോതി. കാഴ്ച വൈകല്യം ബാധിച്ച അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായിട്ടുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. അപ്പൊ ആ പേരിൽ തന്നെ നമുക്ക് കിട്ടേണ്ടതാണ് മാതാവിന്റെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട്. ജ്യോതി എന്ന് പറയുമ്പോൾ പ്രകാശം, കാഴ്ചയായിട്ട് തന്നെ നമുക്ക് ആലോചിക്കാം കേട്ടോ. അടുത്ത് നോക്കാം, വിദ്യാജ്യോതി പദ്ധതിയാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, യൂണിഫോം എന്നിവയ്ക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി. ഓക്കെ, വിദ്യാജ്യോതി. അപ്പൊ ജ്യോതി എന്ന് പറയുമ്പോൾ ഒരു പ്രകാശമാണ്. അപ്പൊ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അല്ലെ, പഠനോപകരണങ്ങൾ, യൂണിഫോം എന്നിവയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് കേട്ടോ. അടുത്ത് നമുക്ക് എന്താണ് വിദ്യാകിരണം പദ്ധതി എന്നുള്ളത് നോക്കാം. ഭിന്നശേഷിക്കാരായ രക്ഷകർത്താക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ വിദ്യ എന്ന് കാണുമ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ്. അപ്പൊ ഭിന്നശേഷിക്കാരായ രക്ഷകർത്താക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് വിദ്യാകിരണ പദ്ധതി. ഇനി അടുത്ത പോയിന്റ് നോക്കാം. 2023 47ാമത്തെ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ്? വേഗം ആൻസർ പറഞ്ഞോളൂ. ആൻസർ ആട്ടമാണ് അല്ലെ. 2023 47ാമത്തെ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമാണ് കേട്ടോ. 2024 സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ എയർപോർട്ട്, വേഗം പറഞ്ഞോളൂ. 2024 സിൽവർ ജൂബിലി ആചരിച്ചിട്ടുള്ള കേരളത്തിലെ എയർപോർട്ട് ഏതാ? അത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, സിയാലാണ് അല്ലെ. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് കേട്ടോ, സിയാലാണ്. അറിഞ്ഞു വെച്ചേക്ക്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ആരാണ്? പത്മപ്രഭ റഫീഖ് അഹമ്മദ് ആണ് അല്ലെ. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ആരാണ്? റഫീഖ് അഹമ്മദ് ആണ് കേട്ടോ. പത്മപ്രഭ റഫീഖ് അഹമ്മദ്. 2023 ആർക്കാ കിട്ടിയിട്ടില്ല പത്മപ്രഭ പുരസ്കാരം? സുഭാഷ് ചന്ദ്രനാണ് കിട്ടിയിട്ടുള്ളത്. 2023 കിട്ടിയിട്ടുള്ളത് സുഭാഷ് ചന്ദ്രനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. മനുഷ്യനൊരു ആമുഖം, സമുദ്രശില, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. അറിഞ്ഞു വെച്ചേക്കുക. വിഷ്ണു നാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള വൈഷ്ണവം ട്രസ്റ്റിന്റെ 3ാമത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? അത് തുളസീവനം ആർ രാമചന്ദ്രൻ നായർക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഇതൊക്കെ നമ്മൾ കോഡായിട്ട് ചെയ്തിട്ടുള്ളതാണ്. തുളസീവനം ആർ രാമചന്ദ്രൻ നായർക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമ ഏതാണ്? വേഗം പറഞ്ഞോളൂ. ആൻസർ ദ അപ്രന്റിസ് അല്ലെ. ദ അപ്രന്റിസ് എന്നുള്ളതാണ് കേട്ടോ. വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയെ ജീൻ എഡിറ്റിംഗിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? മൗറീഷ്യസ് ആണ്. അപ്പൊ കൂടുതൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടില്ലേ, മോർ എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. മൗറീഷ്യസ് എന്ന് പറയുമ്പോൾ
കുറച്ചും കൂടെ സൃഷ്ടിക്കാനായിട്ട് മോർ അല്ലെങ്കിൽ മൗറേഷ്യസ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയെ ജീൻ എഡിറ്റിംഗിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് മൗറേഷ്യസ് ആണ് കേട്ടോ. മലയാളികളുടെ സ്വന്തം ഫുഡ് ഡെലിവറി ആപ്പായിട്ടുള്ള ലൈലോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മലയാളി ആരാണ്? ജോയ് സെബാസ്റ്റ്യൻ കേട്ടോ. മലയാളികളുടെ സ്വന്തം ഫുഡ് ഡെലിവറി ആപ്പായിട്ടുള്ള ലൈലോയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മലയാളി ചോദിക്കുകയാണെങ്കിൽ ജോയ് സെബാസ്റ്റ്യൻ ആണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരെയാണ്? വേഗം പറഞ്ഞോളൂ. മോഹൻ യാദവ് അല്ലെ? മദ്യം കുടിക്കാനുള്ള മോഹൻ എന്നൊക്കെ ഓർക്കാം. അപ്പൊ മോഹൻ യാദവ് ആണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആരെയാണ്? മോഹൻ യാദവ് ആണ് കേട്ടോ. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാ? 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ചെന്നൈയിലാണ്. 2024 ഖേലോ അല്ലെ? കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നാ മതി എന്ന് ഓർക്കാം. ഖേൽ എന്നൊക്കെ നമ്മൾ ഹിന്ദിയിൽ പറയില്ലേ? അപ്പൊ ചെന്നാ മതി എന്ന് ഓർക്കാം. ചെന്നൈ ആണ് കേട്ടോ. 2024 സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? സ്ലിം മിഷൻ ജപ്പാന്റെ ആണ് കേട്ടോ. സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? ജപ്പാന്റെ ആണ്. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്ന് അറിഞ്ഞു വെച്ചേക്കാം. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ ആണ്. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന്റെ സർവേ നടത്തിയിട്ടുള്ള ആപ്പ് ഏതാണ്? ആ പേരിൽ തന്നെ കിട്ടും, ശൈലി ആപ്പ് അല്ലെ? ജീവിതശൈലി രോഗങ്ങൾ നേരിടാൻ കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന്റെ സർവേ നടത്തിയിട്ടുള്ള ആപ്പ് ചോദിക്കുകയാണെങ്കിൽ ശൈലി ആപ്പാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാ എക്സാമുകളിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ചന്ദ്രയാൻ 3. നമുക്ക് വേഗം നോക്കാം. ചന്ദ്രയാൻ 3 വിക്ഷേപണം 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു അല്ലെ? 2023 ജൂലൈ 14 അല്ലെ? ചന്ദ്രയാൻ 3 വിടുക എന്ന് പറഞ്ഞ വലിയൊരു ജോലിയാണെന്ന് ഓർക്കാം. അപ്പൊ ജോലി ജൂലൈ ആയിട്ട് കണക്ട് ചെയ്യാം. ജൂലൈ 14 വിക്ഷേപണ വാഹനം ഏതാ? ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 M4 ആണ് കേട്ടോ. LV M3 M4. അപ്പൊ 2023 പിന്നെ എവിടെയാണെങ്കിലും M3 ഉണ്ട്. M3 M4 ഇവിടെ ജൂലൈ 14 എന്നുള്ളത് ഓർത്തു വെക്കാം. നമ്മുടെ ചന്ദ്രയാൻ 3 കേട്ടോ. ലാൻഡർ വിക്രം ലാൻഡ് ചെയ്യുന്ന ഓർക്കാലോ. റോവർ പ്രഗ്യാൻ ആണ്. ഓക്കെ. മിഷൻ ലൈഫ് ലാൻഡർ ആൻഡ് റോവർ 1 ലൂണാർ ഡേ ഓർ 14 എർത്ത് ഡേയ്സ് ആണ് കേട്ടോ. മിഷൻ ലൈഫ് പ്രൊപ്പൽഷൻ മൊഡ്യൂള് 3 മുതൽ 6 മാസം വരെയാണ് കേട്ടോ. ഇത്രയാണ് 3 മുതൽ 6 മാസം വരെ. ആകെ ഭാരം 3900 കിലോഗ്രാം ആണ്. 3900 കിലോഗ്രാം. ആകെ ചെലവ് എത്രയാ? 615 കോടി. ആകെ ചെലവ് 615 കോടി. ആകെ ഭാരം 3900. ആകെ ഭാരം 3900 kg ആണ് കേട്ടോ. 41 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ചന്ദ്രനിലിറക്കം. ഇനി എത്ര ദിവസത്തിനുള്ളിലാണ്? അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് ആണ് മൂൺ ലാൻഡിംഗ് ആഫ്റ്റർ 41 ഡേയ്സ് ജേർണി. 41 ദിവസങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. 41 ഡേയ്സിന്. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ളത് എന്നാണ്? ഓഗസ്റ്റ് 23, 2023. ഓക്കെ. സോഫ്റ്റ് ലാൻഡ് ഓഗസ്റ്റ് 23. കണ്ടോ? എല്ലാം ഈ 3ന്റെ കളികളാണ്. ഓഗസ്റ്റ് 23, 2023 സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ചന്ദ്രൻ. അതേപോലെ തന്നെ ലാൻഡിംഗ് പോയിന്റ് ഓഫ് ചന്ദ്രയാൻ 3 എവിടെയാണ്? ആ പോയിന്റിന്റെ പേരെന്താ? ശിവശക്തി എന്നുള്ളത് അറിഞ്ഞു വെക്കുക. ചന്ദ്രയാൻ 2ന്റെ എന്തായിരുന്നു? തിരങ്ക എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ പോയിന്റിന്റെ പേര്. ചന്ദ്രയാൻ 2ന്റെ ആണെങ്കിൽ തിരങ്ക പോയിന്റ് ആയിരുന്നു. നാഷണൽ സ്പേസ് ഡേ എന്ന് ആചരിക്കുന്ന ഓഗസ്റ്റ് 23 അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ആ ദിവസം ഓഗസ്റ്റ് 23, 2023 ആണ്. അത് തന്നെയാണ് നമ്മൾ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ശാസ്ത്ര പഠനങ്ങൾക്കായിട്ട് 7 പേലോഡുകൾ ഉണ്ട് അല്ലെ? 6 പേലോഡ് ISROയുടെയും 1 പേലോഡ് നാസയുടെ ആണെന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. 6 പേലോഡ് ISRO, 1 പേലോഡ് നാസ. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? P. വീരമുത്തുവേലാണ് കേട്ടോ. പ്രൊജക്ട് ഡയറക്ടർ P. വീരമുത്തുവേൽ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പേലോഡുകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കോഡ് വെച്ചിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം 2023 G20 അധ്യക്ഷത വഹിച്ചിട്ടുള്ള രാജ്യം. അപ്പൊ വർഷം നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. ഏത് രാജ്യമാണ്? ഇന്ത്യയാണ് അല്ലെ? 2023 നമ്മുടെ ഇന്ത്യയിലാണ്. ഡൽഹിയിലെ പ്രകൃതി മൈതാനിലെ ഭാരത് മണ്ഡപം ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിലായിരുന്നു അല്ലെ? അപ്പൊ ഇന്ത്യയിലാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. 2023 G20 ഇന്ത്യൻ ഷെർപ്പ ആരാണ്? ആരായിരുന്നു ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു? ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അത് അമിതാഭ് കാന്ത് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തെറ്റിക്കാനുള്ള ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അമിതാഭ് കാന്ത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാം. 2022, 2023, 2024 G20 യോഗങ്ങളുടെ വേദി യഥാക്രമം എങ്ങനെയാണ്? ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. 2022 ഇന്തോനേഷ്യയിലായിരുന്നു. 2023 നമ്മുടെ ഇന്ത്യ കേട്ടോ. 3 ഇന്ത്യയിൽ. 2024 ബ്രസീലിലും 2025 ഇനി വരാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലും. അപ്പോൾ 5 പോലത്തെ S എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം. ഓക്കെ. അപ്പൊ 2025 സൗത്ത് ആഫ്രിക്ക, 2024 ബ്രസീൽ ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2022 ഇന്തോനേഷ്യ, 2023 ഇന്ത്യയിൽ. 2023 G20 ഉച്ചകോടിയിൽ സ്ഥിരാംഗത്വം ലഭിച്ചിട്ടുള്ളത്
ആഫ്രിക്കൻ യൂണിയൻ ആണ്. 2023 G20 ഉച്ചകോടിയിൽ സ്ഥിരാംഗത്വം ലഭിച്ചിട്ടുള്ളത് ആഫ്രിക്കൻ യൂണിയൻ ആണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ആപ്പ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യാണ്. January 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്കും കൂടെ ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക.